ഓട്ടോമൊബൈലുകൾ വന്ന കാലം മുതൽ ബസ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് ബസ് തീപിടുത്തങ്ങളും ജീവഹാനിയും വർദ്ധിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? പ്രധാന കാരണങ്ങൾ BS6 ബസ്സുകളുടെ ഇൻട്രൊഡക്ഷനും എയർ കണ്ടീഷൻഡ് ബസ്സുകളുടെ വേഗത്തിലുള്ള വർധനയും. DPFയും SCR സിസ്റ്റംസും കാരണം BS6 ബസ്സുകൾ ഉയർന്ന താപനിലയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു. AdBlueയിൽ 33% അമോണിയ ഉണ്ട്. ഉയർന്ന താപനിലയും ചില കണ്ടീഷൻസിലും അമോണിയ തീപിടിക്കാം. കൂടാതെ ബസിന്റെ ഫ്രണ്ട് ഭാഗത്തിലെ വയറിംഗ് അളവ് വളരെയധികം വർദ്ധിച്ചു. ഇതോടെ ഷോർട്ട് സർക്യൂട്ട് റിസ്ക് കൂടുന്നു. ആഫ്റ്റർ ട്രീറ്റ്മെന്റ് കിറ്റ് എഞ്ചിൻ അടുത്തും ഡ്രൈവർ താഴെയുമുണ്ടായാൽ ഫയർ റിസ്ക് വർദ്ധിക്കുന്നു, കൊലിഷൻ ഇല്ലാതെയും. ആശ്ചര്യകരമായി 2 ബസ്സുകളും IS സ്റ്റാൻഡേർഡ്സ് പ്രകാരം FR ഗ്രേഡ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നു. എന്നിരുന്നാലും AC ബസ്സുകളിൽ കാസ്വാലിറ്റീസ് കൂടുതലാണ്. എന്തുകൊണ്ട്? ഒരു AC ബസ്സിൽ വായു ഏകദേശം 120 തവണ ഒരു മണിക്കൂറിൽ റീസർക്കുലേറ്റ് ചെയ്യുന്നു. അത് ബസ്സിനുള്ളിലെ വായു ഓരോ 30 സെക്കൻഡിലും സൈക്കിൾ ചെയ്യുന്നു. കൂടാതെ 10 മീറ്റർ പ്രതി സെക്കൻഡ് വേഗത്തിൽ വായു ഒരു സെക്കൻഡിൽ താഴെ സമയം കൊണ്ട് മുഴുവൻ ബസ്സിലേക്കും എത്തുന്നു. തീ പാസഞ്ചർ ഏരിയയിലെത്തുമ്പോൾ ഹോട്ട് ഗ്യാസസ് AC റിട്ടേൺ സിസ്റ്റമിലേക്ക് വലിച്ചിഴുക്കപ്പെടുന്നു. ചില സെക്കൻഡുകൾക്കകം സ്മോക്കും ഫ്ലെയിംസും മുഴുവൻ ബസ്സിലാകെ പടരുന്നു. ഇതോടെ രക്ഷപ്പെടാൻ സമയം കുറവാകും. ആദ്യ 60 സെക്കൻഡുകളെല്ലാം തീരുമാനിക്കുന്നു. ശാന്തമായ ആക്ഷൻ ജീവനുകൾ രക്ഷിക്കുന്നു. ഓരോ പാസഞ്ചറിനും എമർജൻസി എക്സിറ്റ്സ് ഉപയോഗിക്കാൻ അറിയണം. അവെയർനെസ് ജീവനുകൾ രക്ഷിക്കുന്നു. പോസ്റ്റ് ഇൻസിഡന്റ് റെസ്പോൺസ് ഈക്വലി ക്രിട്ടിക്കൽ. സ്റ്റാൻഡേർഡ്സ് വെറും ഫോളോ ചെയ്യുന്നത് മതിയല്ല, അവ ശക്തിപ്പെടുത്തണം. സേഫ്റ്റി എഞ്ചിനീയറിംഗ് എമിഷൻ ടെക്നോളജിയോടൊപ്പം ഇവോൾവ് ചെയ്യണം. ഇത് സിംഗിൾ സ്റ്റേക്ക് ഹോൾഡർ ഇഷ്യൂ അല്ല. ഇൻഡസ്ട്രിയും ഗവൺമെന്റും ഒന്നിച്ച് ജീവഹാനി തടയണം. തീപിടുത്തമുണ്ടായാൽ ശാന്തരാകുക. ആദ്യ ചില നിമിഷങ്ങളും നടപടികളും ഏറ്റവും നിർണായകമാണ്. യാത്രക്കാരുടെ വാതിൽ തുറക്കുക. ബാറ്ററി കട്ട് ഓഫ്, സ്വിച്ച് ഓഫ് ചെയ്യുക. പുറത്തുള്ള ആളുകളെ അറിയിക്കുന്നതിനായി എമർജൻസി ലൈറ്റിംഗ് സംവിധാനം പ്രവർത്തിപ്പിക്കുക. ഡ്രൈവർ സീറ്റിന് പിന്നിലുള്ള വലിയ എമർജൻസി ഹാമർ എടുത്തുക. രക്ഷപ്പെടുന്നതിനായി ഡ്രൈവർ സീറ്റിന് പിന്നിലുള്ള എമർജൻസി ഹാമർ ഉപയോഗിച്ച് ജനൽ ഗ്ലാസ് തകർക്കുക. പിൻവശത്തെ എമർജൻസി വാതിൽ തുറക്കുക. പിൻവശത്തെ എമർജൻസി വാതിലിന്റെ ഗ്ലാസ് തകർത്ത ശേഷം ലിവർ വലിച്ച് വാതിൽ തുറക്കുക. ഓരോ ബർത്തിലും നൽകിയിരിക്കുന്ന എമർജൻസി ഹാമർ ഉപയോഗിച്ച് ഗ്ലാസ് തകർക്കാൻ എല്ലാ യാത്രക്കാരോടും നിർദ്ദേശിക്കുക. ഓരോ ബസ് ജേർണിയും സുരക്ഷിതമായി അവസാനിക്കണം.